ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ തജ്വീദിലെ 1ാം പാഠമാണ് വിശദീകരിക്കുന്നത്. പാഠം 1, ഫളായിലു തിലാവ, ഖുർആൻ പാരായണത്തിൻ്റെ ശ്രേഷ്ഠതകൾ. വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെയേറെ പുണ്യമായ അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിലേറ്റവും ഉത്തമന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. എന്താ ഇതിൻ്റെ അർത്ഥം? ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറ എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് ഓതുന്നവർക്ക് ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ അത് വരുന്നതാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. ഇതാണ് ഈ പാഠത്തിലെ 1ാമത്തെ പാരഗ്രാഫ്. ആ 1ാമത്തെ പാരഗ്രാഫിൽ ടോപ്പ് പ്ലസ് ആയിട്ടും അല്ലാതെയും വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, അത് പൂരിപ്പിക്കാനുണ്ടാവും. ഖൈറുക്കും ഡാഷ് വഅല്ലമഹു, അപ്പോൾ അത് കാണാതെ പഠിക്കണം. പൂരിപ്പിക്കാനുണ്ടാവും. അതുപോലെ തന്നെ അർത്ഥം ചോദിക്കും. നുതർജിം, അർത്ഥം എഴുതുക. അപ്പോൾ നിങ്ങൾ അർത്ഥം എഴുതേണ്ടത് അതിൻ്റെ ബ്രാക്കറ്റിലുണ്ട്. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. പിന്നെ അടുത്ത ഒരു ചോദ്യം വരുന്നത്, അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. അപ്പോൾ അതും പൂരിപ്പിക്കാനുണ്ടാകും. അൽ മാഹിറു ഡാഷ് ബററ. അപ്പോൾ അതിൻ്റെ അത് പൂരിപ്പിച്ചത് കാണാതെ പഠിക്കണം. പിന്നെ അതിൻ്റെ അർത്ഥം ചോദിക്കും. നുതർജിം, ഖുർആനിൽ നൈപുണ്യം, എന്താ അർത്ഥം? ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറ എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ വസിക്കുക. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ടോപ്പ് പ്ലസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിത്. ഇനി അപ്രധാനമായ ചോദ്യം ഈ പാരഗ്രാഫിൽ ഉള്ളത് എന്താണ്? 1, വളരെ പുണ്യകരമായ അമലാണ് ഏത്? അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും എന്ന് ഉത്തരം എഴുതാം. പിന്നെ അതുപോലെ മറ്റൊരു വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് എന്ത്? പരലോകത്ത് ശുപാർശ ചെയ്യാനായി വരും എന്ത്? അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഖുർആൻ പാരായണം. ഖുർആനാണ് പരലോകത്ത് ശുപാർശ ചെയ്യാനായി വരിക എന്ന് നിങ്ങൾ ഉത്തരം എഴുതണം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ പരിചയപ്പെടുത്തി അല്ലേ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ വരാൻ സാധ്യതയുള്ള ചോദ്യം, ഖുർആൻ അല്പം പോലും മനഃപ്പാഠം ഇല്ലാത്തവൻ്റെ ഹൃദയം ഏതുപോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് പൊളിഞ്ഞ വീട് പോലെയാണ് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. പിന്നെ മറ്റൊരു ചോദ്യം അതിൽ വരുന്നത്, ഒരു പ്രദേശത്ത് അനിവാര്യമാണ് എന്ത്? അപ്പോൾ നിങ്ങളെന്താ ഉത്തരം എഴുതുക? ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. ഇനി നമ്മൾ 3ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കുക. സൂറത്തുൽ ഫാത്തിഹ, സജദ, യാസീൻ, അർ റഹ്മാൻ, അൽ വാഖിയ, അൽ മുൽക്ക്, അൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകളും ആയത്തുൽ കുർസി, ആമനർ റസൂലു, ലൗ അൻസൽന മുതലായ ആയത്തുകളും പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. ഇഹപര വിജയം അതിനാൽ നേടാനാവും. അപ്പോൾ ഈ 3ാമത്തെ പാരഗ്രാഫിൽ വരാൻ സാധ്യതയുള്ള ചോദ്യം, എന്നും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏതെല്ലാം? അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് സൂറത്തുൽ ഫാത്തിഹ, സജദ, യാസീൻ,
റഹ്മാൻ, വാഖിയ, മുൽക്ക്, ഇഖ്ലാസ്, മുഅബ്ബിദത്തൈനി എന്ന് ഉത്തരം എഴുതുക. അതുപോലെ മറ്റൊരു ചോദ്യം വരുന്നത് എന്നും പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള ആയത്തുകൾ ഏതെല്ലാം? അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന എന്ന് എഴുതുക. ഇനി അടുത്ത ചെറിയ പാരഗ്രാഫാണ്. ഒരു 1, 2, 3 ചെറിയ പാരഗ്രാഫുകളൊന്ന് വായിക്കാം. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപ്പാഠമാക്കലും വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അതിനാൽ എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം. അടുത്തത് സൂറത്ത് മുൽക്കിനെ പറ്റി നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തേ ഉള്ളൂ. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും. അപ്പോൾ ആ ചെറിയ പാരാഗ്രാഫിൽ വരാനുള്ള സാധ്യതയുള്ള ചോദ്യം എന്താണ്? സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഖുർആനിൽ ഒരു സൂറത്ത് ഉണ്ട്, അത് 30 ആയത്തേ ഉള്ളൂ. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും. അടുത്ത ലാസ്റ്റ് ചെറിയൊരു കുഞ്ഞ് പാരഗ്രാഫ്. ഖുർആനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത്. അത് അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ, ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാഠം അവസാനിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അത് പുസ്തകത്തിൽ അടയാളപ്പെടുത്തി നന്നായിട്ട് പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.